Yes, dear students, we are entering the new chapter, and regarding the last chapter 6, just I am recollecting your memories of the last chapter. This was about our religious practices. Whatever may be our religion, you are believing in one religion, and in that religious faith, are you practicing regularly? And here, what is the relevance of performing religious responsibility? നമ്മളായിരിക്കുന്ന മതത്തിലെ ഓരോ ആചാരങ്ങളിലുള്ള നമ്മുടെ ശീലങ്ങൾ, പ്രാക്ടീസുകൾ, അതെങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എന്തിനാണ് ഞാൻ എന്ന വ്യക്തി ഈ ഭൂമിയിൽ വന്നത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് മതം? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധപ്പെടുത്തുന്ന ഘടകമാണ് മതം എന്നുള്ളത് നമ്മൾ കണ്ടു. മതത്തിന്റെ ചില പ്രകടമായ അടയാളങ്ങൾ, ടാഞ്ചിബിൾ സൈൻ, പ്രകടമായ ചില അടയാളങ്ങൾ, അതിലൊന്നാണ് പ്രയർ എന്നുള്ളത്, രണ്ടാമത് റീഡിങ് സേക്രഡ് സ്ക്രിപ്ചേഴ്സ്, തേർഡ് കമ്മ്യൂണിറ്റി വർഷിപ്പ്, ഫോർത്ത് കമ്മ്യൂണിറ്റി ലൈഫ്, ഫിഫ്ത്ത് വാല്യൂസ് ആൻഡ് ചാരിറ്റി. അപ്പൊ അങ്ങനെ ഈ ഓരോ മതത്തിലെയും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ദൈവികമായ ഒരു അനുഭവം, എ ഡിവൈൻ ഫീലിംഗ്, അത് നമ്മുടെ ജീവിതത്തിനെ വലിയ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഇവിടെ ലാസ്റ്റ് പറഞ്ഞ ഓരോ മതത്തിലെയും പ്രാർത്ഥനകളുണ്ട്, അതോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്, കോമൺ ആയിട്ടുള്ള പരസ്യമായിട്ടുള്ള ആരാധനകളുണ്ട്, കമ്മ്യൂണിറ്റി, നിങ്ങൾ സമൂഹം ഒന്നു ചേർന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ മറ്റുള്ളവരിലേക്കും കൂടി നമ്മൾ ചില മൂല്യങ്ങൾ കൊടുക്കണം. എന്ത് മൂല്യങ്ങളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആ പ്രാർത്ഥന മറ്റുള്ളവർക്ക് പ്രവൃത്തിയിലേക്ക് കൂടി കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ചാരിറ്റി എന്നുവെച്ചാൽ പരോപകാര പ്രവൃത്തികളും കൂടി ചെയ്യണം. സക്കാത്ത് കൊടുക്കുക ഇസ്ലാം മതത്തിലുണ്ട്, അല്ലേ? ക്രൈസ്തവ മതത്തിൽ സ്തോത്ര കാഴ്ച കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഓരോ നേർച്ച കണ്ടുകാഴ്ച കൊടുക്കാറുണ്ട്. ഓരോ മതത്തിലും പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അടുത്ത ചാപ്റ്റർ 7 വരുമ്പോൾ നമ്മൾ റെസ്പെക്ടിങ് ദി അതർ ജെൻഡർ എന്നുള്ളതാണ് കാണുക. നമുക്കറിയാം, ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഈ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചതിൽ അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. പുരുഷൻ പുരുഷനായിരിക്കാനും സ്ത്രീ ആയിരിക്കാനും അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട്. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ സൂചിപ്പിക്കുക ഒരു മസ്കുലിൻ ആൻഡ് ഫെമിനിൻ, അതിൻ്റെ തുല്യതയെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ഈ പുരുഷനും സ്ത്രീയും തുല്യമായിട്ടുള്ള ഒരു അവകാശവും പ്രാതിനിധ്യവും എല്ലായിടത്തും എല്ലാ കാലത്തും വേണം. ചിലപ്പോഴൊക്കെ അങ്ങനെയല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജോക്ക് ഇവിടെ കൊടുക്കുന്നു. ഒരിക്കലും ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ബോർഡിൽ എഴുതിയിട്ടു, വുമൺ വിത്തൗട്ട് ഹെയർ മാൻ ഈസ് നത്തിങ്. ഈ സെന്റൻസ് പങ്ക്ച്വേഷൻ മാർക്ക് കൊടുത്ത് അതിൻ്റെ അർത്ഥം വിപുലീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റുഡൻസിൽ ഒരു ബോയ് അല്ലെങ്കിൽ മെൻ, ഒരു പുരുഷന്മാർ അല്ലെങ്കിൽ ബോയ്സ് വന്ന് എഴുതുകയാണ്, വുമൺ വിത്തൗട്ട് ഹെയർ മാൻ ഈസ് നത്തിങ്. വുമൺ വിത്തൗട്ട് ഹെയർ മാൻ ഈസ് നത്തിങ്. അതായത് പുരുഷനില്ല എങ്കിൽ, വിത്തൗട്ട് ഹെയർ മാൻ, അവളുടെ പുരുഷനില്ല എങ്കിൽ, അതായത് സ്ത്രീക്ക് അവളുടെ പുരുഷനില്ല എങ്കിൽ ഒന്നുമില്ല എന്നുവെച്ചാൽ ദി ഇമ്പോർട്ടൻസ് ഓഫ് മെൻ ഈസ് റിഫ്ലക്റ്റിംഗ് ഇൻ ദാറ്റ് പങ്ക്ച്വേഷൻ മാർക്ക്. നെക്സ്റ്റ്, അവിടെ ആ ക്ലാസ്സിലുണ്ടായിരുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വന്ന് ആ പങ്ക്ച്വേഷൻ മാർക്ക് ഒന്ന് തിരുത്തി അതിൻ്റെ പങ്ക്ച്വേഷൻ മാർക്കിൽ മാറ്റി കൊടുത്തു. ആ കുത്തും കോമയൊന്നും മാറ്റി കൊടുത്താൽ അർത്ഥവ്യത്യാസം വന്നു. അത് ഇപ്രകാരമാണ്, വുമൺ വിത്തൗട്ട് ഹെയർ മാൻ ഈസ് നത്തിങ്.
സ്ത്രീയെ കൂടാതെ പുരുഷൻ ഒന്നുമില്ല. അവൻ ആരുമല്ല. സ്ത്രീയെ കൂടാതെ പുരുഷൻ ആരുമല്ല. സോ women has its own importance and men also has its own importance. That is the phrase, meaning of the phrase given here. So ഈ ഒരു പുരുഷത്വം സ്ത്രീത്വം, അതായത് സെക്സ്, ലൈംഗികത എന്നുള്ള ആ ഒരു മലയാള വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ചില ആപ്ലിക്കേഷൻ ഫോമിലൊക്കെ സെക്സ് എന്താണെന്ന് ചോദിക്കും, മെയിൽ ഓർ ഫീമെയിൽ. മെയിൽ ഓർ ഫീമെയിൽ എന്ന ഒരു കോളം കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണ്. ഇവിടെ നമ്മൾ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ വലിയൊരു സൃഷ്ടിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. Man and woman were created by God to be unique in their own way. പുരുഷനും സ്ത്രീയും അവരുടേതായ ഐഡന്റിറ്റി, യുണീക്ക്നെസ്, അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് ജീവിക്കേണ്ടത്. പുരുഷൻ പുരുഷനായും സ്ത്രീ സ്ത്രീയായും ജീവിക്കണം എന്നുള്ളതാണ്. Many religion, the creation of human being, both men and women, is seen as the pinnacle of God's creation. What is pinnacle? Top. സൃഷ്ടിയുടെ ഏറ്റവും വലിയ മകുടം എന്നുള്ളത്, സൃഷ്ടിയുടെ മകുടമായിട്ട്, മകുടം എന്നുള്ളത് കിരീടം, സൃഷ്ടിയുടെ ടോപ്പായിട്ട് കാണുന്നത് പുരുഷനും സ്ത്രീയുമാണ്, അല്ലേ? പുരുഷനും സ്ത്രീയുമേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പിനക്കിൾ ഓഫ് ക്രിയേഷൻ. നമുക്കറിയാം, ദൈവം ഈ ഭൂമിയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചു. എല്ലാം സൃഷ്ടിച്ച ശേഷമാണ് അവസാനം മനുഷ്യന് ജന്മം നൽകിയത്. കാരണം എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം മനുഷ്യന് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പിനക്കിൾ ഓഫ് ക്രിയേഷൻ, സൃഷ്ടിയുടെ ഏറ്റവും ടോപ്പായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ കാണുന്നത്. If we were to just stop and take a minute to the example of human body, ഇനിയുണ്ട്. നമ്മൾ നമ്മുടെ മനുഷ്യൻ എന്ന അവസ്ഥയെ പറ്റി ചിന്തിക്കുമ്പോൾ, പുരുഷനായാലും സ്ത്രീ ആയാലും ദൈവം നമ്മളെ മനുഷ്യരായി സൃഷ്ടിച്ചതിൽ നന്ദി പറഞ്ഞിട്ടുണ്ടോ? Did you give thanks to God for creating you as a man or women? ഞാനിത് പറയാൻ കാരണം, ഈ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾ വായിക്കും, ഓരോ മനുഷ്യനും ഒരു അത്ഭുതമാണ്. Every man is a miracle. Every man is a miracle. Because here we can see how does the heart keep beating exactly 72 times per minute. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങളുടെ കൈത്തണ്ടയുടെ ഞരമ്പിൽ പിടിച്ച് നോക്കിയാൽ അറിയാം. ഒരു മിനിറ്റിൽ 72 ടൈംസ് ആണ് അത് അടിച്ചുകൊണ്ടിരിക്കുക. കൃത്യമായിട്ടും അത് പോയിക്കൊണ്ടിരിക്കുകയാണ് നോർമൽ മനുഷ്യൻ്റെ. ഇനി അടുത്ത ഒരു അത്ഭുതം എന്നുള്ളത്, how do cells your body which number more than the stars of the galaxy function? ക്ഷീരപഥം, ഗാലക്സി, മിൽക്കി വേ, ആ മിൽക്കി വേയിലെ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങളുടെ എണ്ണത്തെക്കാളും കൂടുതൽ സെൽസ് നിങ്ങളുടെ ബോഡിയിലുണ്ട് എന്നത് വലിയൊരു അത്ഭുതമല്ലേ? Then if you could stretch out all of the human blood vessels, they would be about 60,000 miles long. രക്തക്കുഴലുകൾ, നിങ്ങളുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ, അത് വെച്ചാല് ബ്ലഡ് വെസൽസ്, അത് വലിച്ച് തുന്നി പിടിപ്പിച്ച് അത് മൊത്തം വലിച്ചിട്ടാല് 60,000 മൈൽ ലോങ് ആണത്. അത്രയും ലോങ് ആണത്. ദെൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, എത്രമാത്രം ആണ് നിങ്ങളുടെ ഈ മൂക്ക് മണം പിടിക്കുന്നത്. 50,000 വ്യത്യസ്ത തോതിലുള്ള മണം പിടിക്കാൻ നിങ്ങളുടെ മൂക്കിന് സാധിക്കും എന്ന് പറയുക. ദെൻ നിന്റെ നാവ് കൊണ്ട് എന്ത് രുചിയാ, ഓ കയ്പ, കമർപ്പ, എന്നുവെച്ചാൽ നാവിന്റെ രുചിഭേദങ്ങൾ. ഈ നാവിന്റെ രുചിഭേദങ്ങൾ 3000 ടേസ്റ്റ് ബഡ്സ് ഉണ്ട് നമ്മുടെ നാവില്. അതിലൂടെയാണ് ഈ രുചി, വ്യത്യസ്ത തോതിലുള്ള രുചി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.
So you look, the human body is a miracle. The human body is a miracle. You should accept yourselves, and also you should admire and also thank God for having a creation like this. Then the human sexuality is also one of the miracle of human body. Human sexuality is also one of the miracle of human body. മനുഷ്യ ശരീരത്തിന്റെ മറ്റൊരു അത്ഭുതമാണ് മനുഷ്യന്റെ ലൈംഗികത എന്നുള്ളത്. കാരണം ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്ന് പറയുക. ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. However, sexuality is viewed askew in today's world. എന്നാൽ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചത് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്ന് മനുഷ്യന്റെ ലൈംഗികതയെ കാണുന്നത് ക്രൂക്കഡായിട്ടാണ്, വൾഗറായിട്ടാണ്. അത് വേറൊരു രീതിയിലാണ് കാണുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുക? There are some wrong messages. തെറ്റായ ചില സന്ദേശങ്ങൾ ചെറുപ്പത്തിലേ മുതലേ നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റി വിടുക. അതെന്തൊക്കെയാണ് ഈ റോങ് മെസ്സേജസ്? സെക്ഷുവാലിറ്റിയെ വ്യത്യസ്ത തോതിൽ കാണുന്നതിൽ, നന്മയ്ക്ക് പകരം തിന്മ കാണുന്നത് എന്തൊക്കെയാണ് കാരണം? സോ യു ഷുഡ് ഹാവ് ഫസ്റ്റ് വൺ, സ്റ്റീരിയോ ടൈപ്പിംഗ്. എന്താ ഈ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ? സ്റ്റീരിയോ ഒരേ രീതിയിൽ ഫോം ചെയ്തെടുക്കുന്ന ഒരു അനുഭവം എന്ന് വെച്ചാൽ, ഫ്രം ദ ടൈം വി ആർ ബോൺ വി ആർ കോൺസ്റ്റന്റ്ലി ബോംബാർഡഡ് ബൈ മെസ്സേജസ് ദാറ്റ് reiterate our gender and the roles we are supposed to play in the society. ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചോദിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ്. ആൺകുട്ടിയാണെങ്കിൽ വലിയ സന്തോഷമാണ്, പെൺകുട്ടിയാണെങ്കിലോ മോന്ത ഓടിപ്പോണ കാണാൻ ചിലരുടെയൊക്കെ. ബട്ട് there is a uniqueness in the creation. You should see that. So our gender and roles we are supposed to play in the society. നമ്മൾ ഒരു അമ്മ കുട്ടിക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ആ ജന്മം മുതൽ തന്നെ ഇന്ന രീതിയിലാണ് ഓരോ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടേതായ രീതിയിൽ വളരുക, പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടേതായ രീതിയിൽ വളരുക. അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് മെന്റാലിറ്റി നമുക്കൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ സീ ദാറ്റ് ഹൗ ബോയ്സ് ആർ മെയ്ഡ് വിത്ത് വെയർ ബ്ലൂസ്. ഒരു ആൺകുട്ടിയാണെങ്കിൽ ബ്ലൂ കളർ ചേരുന്ന നല്ലതാണ്. എന്നാൽ ഗേൾസ് ആർ ഡ്രസ്ഡ് അപ്പ് വിത്ത് പിങ്ക് കളർ. ഇതൊക്കെ ഡ്രസ്സിന്റെ കളർ സെലക്ട് ചെയ്യുക. ബോയ്സിന് ഇന്ന കളർ, ഗേൾസിന് ഇന്ന കളർ. നെക്സ്റ്റ്, ഗേൾസ് ആർ മെയ്ഡ് ടു പ്ലേ വിത്ത് ഡോൾസ്. ഒരു കൊച്ചു കുഞ്ഞ് അത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് പാവകളെ കളിക്കാൻ കൊടുക്കുന്നു. എന്നാൽ ആൺകുട്ടിയാണെങ്കിലോ കാറ് കൊടുക്കുന്നു. എന്തേ, പെൺകുട്ടിക്ക് കാറ് കൊടുത്താൽ അവൾ കളിക്കത്തില്ലേ? പക്ഷെ അങ്ങനെയായി, ചിലതൊക്കെ അങ്ങനെ തിരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നുണ്ട്. Then would it be wrong if a boy wore a purple or pink t-shirt? ഇപ്പൊ പിങ്ക് ആണല്ലോ ഗേള് ധരിക്കുന്നത് എന്നുള്ള പറയുന്നത്, ഗേൾസിന് പറ്റിയ പിങ്ക്. എന്നാ പിങ്ക് കളർ ബോയ് ധരിച്ചാൽ എന്താ കുഴപ്പം? ഓ, ഈ ബോയ് കാറിൽ കളിക്കുന്ന കാറ് എന്ന ആ ടോയ് കളിപ്പാട്ടത്തിന് പകരം ഡോള് ആൺകുട്ടികൾ കളിച്ചാൽ കൊള്ളത്തില്ലേ? സോ ദീസ് ആർ സം ഓഫ് ദി stereotyping mind of the mentality of the people. So here this stereotyping carries on to adulthood and we get stuck with this gender biases. അപ്പോൾ ഒരു ആൺകുട്ടി ഇന്നത് മാത്രമേ ചെയ്യാവുള്ളൂ, പെൺകുട്ടി ഇന്നത് മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ള ഒരു മെന്റാലിറ്റി അത് ജെൻഡർ ബയസിൽ ആക്കി വെച്ചിരിക്കുകയാണ്. Here page number 45. You should read the question. Could you write down one activity or thing that you like or used to like but were discouraged from doing as it is not usually associated with your gender? ഇപ്പോൾ പെൺകുട്ടികൾ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, ആൺകുട്ടികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ
അത് ചെയ്യുന്നതിൽ നിങ്ങളുടെ സമൂഹമോ മുതിർന്നവരോ ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനത്തെ ചില കാര്യങ്ങൾ. ഇനി ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, എന്നാൽ സമൂഹം അത് അനുവദിക്കുന്നില്ല. അങ്ങനത്തെ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ യു ഷുഡ് റൈറ്റ് ഡൗൺ. Then second one, role models. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മെയിൽ ഫീമെയിൽ ആ ജെൻഡർ ബയാസസ് അത് തരുന്ന ചില തെറ്റായ സന്ദേശങ്ങൾ എന്താണെന്ന്. അപ്പൊ ഈ സ്റ്റീരിയോ ടൈപ്പിക് മെന്റാലിറ്റിയാണ് ഒന്ന്. സെക്കൻഡ് വൺ, റോൾ മോഡൽസ്. ദ ഇമ്മീഡിയറ്റ് ഫാമിലി ഈസ് അവർ ഫസ്റ്റ് ലേണിംഗ് ഗ്രൗണ്ട്. നമ്മൾ എവിടുന്നാ പഠനം ആരംഭിക്കുക? അമ്മയുടെ ഉദരത്തിൽ നിന്നാണെന്ന് പറയുന്നു, ശരിയാണ്. തുടർന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ചു വളരുകയാണ്. വീട്ടിൽ പപ്പ കാണിക്കുന്നതും മമ്മ കാണിക്കുന്നതും എല്ലാം നമ്മൾ ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ പപ്പ ചെയ്യുന്നത് പോലെ ഇങ്ങനെ മുണ്ടുടുക്കുന്നതും മമ്മി ചെയ്യുന്നത് പോലെ ചില കാണിക്കുന്നതൊക്കെ ചില കുട്ടികൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഫാമിലി ഇസ് എ ഫസ്റ്റ് ലേണിംഗ് ഗ്രൗണ്ട് എന്ന് പറയുന്നു. വി പിക്ക് അപ്പ് കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ്, nuances of social interaction etc. through what we see and experience in our family. നമ്മുടെ വീട്ടിൽ നമ്മളുടെ അപ്പനും അമ്മയും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് കണ്ടുകൊണ്ടാണ്. അപ്പനും അമ്മയും ആരോടൊന്നും സംസാരിക്കുന്നില്ല, അപ്പയ്ക്കും അമ്മയ്ക്കും തമ്മിൽ പരസ്പര സംസാരമില്ല എങ്കിൽ വീട്ടിൽ തന്നെ സംസാരം കുറയും, മറ്റുള്ളവരോട് ഇന്ററാക്ഷൻ കുറയും. സോ as we grow older we extend family, the environment we live in, our school. ഇനി വീട്ടിൽ നിന്നും ഇനി സ്കൂളിലേക്ക് വരികയാണ്. ഈ സ്കൂളിൽ വരികയാണെങ്കിൽ വാട്ട് വി സീ അവർ ഡിഫറെന്റ് മീഡിയ ഓൾ ഈ അതിനുശേഷം സ്കൂളിൽ നമ്മൾ പരിചയം പുലർത്തുന്നു. വീട്ടിൽ എന്ത് പഠിച്ചു, എങ്ങനെ ഇന്ററാക്ട് ചെയ്തു, സ്കൂളിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ വളരുന്നത് എന്ന കാര്യം ഓർക്കണം. ഇനി പിന്നെ സ്കൂളിലെ ചില കാര്യങ്ങൾ അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല എക്സ്പ്ലോഷർ നൽകുന്ന സ്കൂളാണെങ്കിൽ കുട്ടികൾ അതനുസരിച്ച് ഡെവലപ്പ് ചെയ്യും. നമ്മുടെ ഈ സ്കൂളിൽ തന്നെയാണെങ്കിലും എല്ലാ കുട്ടികൾക്കും അവരുടേതായ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് ടാലന്റ് അനുസരിച്ചുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്, പഠിക്കാനും കളിക്കാനും മറ്റ് കലാകായിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത പഠനം മാത്രം മതി എന്ന ചിന്തയോടുകൂടിയുള്ള ചില സ്കൂളുകളുണ്ട്. അങ്ങനെയല്ല, എല്ലാ തരത്തിലുള്ള അത് സ്കൂളിന്റെ സ്കൂൾ ജീവിതവും നിങ്ങളെ സ്വാധീനിക്കും. ദെൻ നെക്സ്റ്റ്, മീഡിയ ഓൾസോ ഇൻഫ്ലുവൻസ് യു in your character formation. So here, the way your parents interact with each other, the roles they take up in the family, including their role in the decision making. ഒരു തീരുമാനം എടുക്കുന്നതിൽ അപ്പ എത്രമാത്രം താല്പര്യമെടുക്കുന്നു, പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണോ, അത് ആടിത്തൂങ്ങി നിൽക്കുന്ന വ്യക്തിയാണോ, അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നതാണ്. Then the respect accorded to the other parent, the division of household chores is the same of many patterns that we replace in the child's life. പപ്പ മമ്മിയോട് സംസാരിക്കുന്നതും മമ്മിയെ സഹായിക്കുന്നതും അങ്ങനെയുള്ള രീതിയാണെങ്കിൽ തിരിച്ച് മമ്മി അതേ രീതിയിൽ ആദരവോടുകൂടി റെസ്പെക്റ്റോടുകൂടി പപ്പയോട് സംസാരിക്കുന്നു, പപ്പയോക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ പരസ്പരം സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് വീട്ടിലെ ജോലികളായാലും മമ്മി മാത്രം ചെയ്യുന്ന ജോലിയല്ല, പപ്പയും കൂടി അതിൻ്റെതായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പപ്പ ചെയ്യുന്ന ജോലി മമ്മിയും കൂടി ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതാണ് പരസ്പരമുള്ള കൂട്ടായ്മയും അത് നിങ്ങൾ കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഓൾസോ വിൽ ഇൻഫ്ലുവൻസ് യു. സോ ഹൗ ദ ഇൻഡിവിജ്വൽ ഡീൽസ് വിത്ത് അതർ സെക്സ്. ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട ഇപ്പൊ ഒരു ബോയ് പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറുന്നു, പെൺകുട്ടി ആൺകുട്ടിയോട് എങ്ങനെ പെരുമാറുന്നു, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ്. സോ ഇഫ് എ ചൈൽഡ് ഗ്രോസ് അപ്പ് സീയിങ് ഹിസ് ഫാദർ റെസ്പെക്ട് ആൻഡ് ഹെൽപ് ദ മദർ, ഞാൻ പറഞ്ഞല്ലോ അമ്മയെ ആദരിക്കാനും സഹായിക്കാനും ശ്രമിക്കുന്ന ഒരു അപ്പനുണ്ടെങ്കിൽ ആ അപ്പന്റെ കുട്ടി മോൻ അല്ലെങ്കിൽ മോൾ അതേ രീതിയിലുള്ള ഒരു അനുഭവത്തിലാണ് വളർന്നു വരുന്നത്. മ്യൂച്വൽ കോർപ്പറേഷൻ, ദിസ് ഈസ് ദ റോൾ മോഡൽ. അപ്പൊ ആ റോൾ മോഡലും നമ്മൾക്ക് നല്ലൊരു സ്വാധീനമാണ് നമ്മുടെ ജെൻഡർ ഫോർമേഷനിൽ നമുക്ക് കിട്ടുന്നത്. ഇനി തേർഡ് വൺ, മൂന്നാമത്തത് നമുക്ക് ഒരു ഒബ്ജക്ടിഫിക്കേഷനാണ്. അതായത്
ഒബ്ജക്റ്റ് എന്നുള്ളൊരു വസ്തുവാണ്. ഒരു വ്യക്തിയെ വസ്തുവായി കാണുന്ന പ്രകൃതം പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. മീഡിയ ഒരുപാട് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. മീഡിയ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മോൾഡിംഗ് ജെൻഡർ ബയസസ്. ഇന്ത്യൻ സിനിമയിൽ നമുക്കറിയാം, ഇന്ത്യൻ സിനിമ ആദ്യകാലങ്ങളിലൊക്കെ സ്ത്രീയെ ഒരു ദേവതയായിട്ട് കണക്കാക്കുകയും ആദരവോടുകൂടി കണക്കാക്കുകയും ചെയ്യുന്ന കാലയളവുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ ആയാലും ഒരു സ്ത്രീയെ എങ്ങനെയൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കുന്നുവോ അത്രമാത്രം കാഴ്ചക്കാരെ കൂട്ടാനുള്ള ശ്രമമാണ് മീഡിയ നടത്തുന്നത്. അപ്പോൾ സ്ത്രീ എന്നുള്ള ആ സ്ത്രീയെ ദേവതയായി കണ്ടുകൊണ്ടിരുന്ന സംസ്കാരത്തിൽ നിന്നും സ്ത്രീയെ ഒരു വസ്തുവായി ഉപയോഗിക്കുന്ന ഉപഭോഗ വസ്തുവായി കാണുന്ന ഒരു പ്രവണതയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്നുള്ളത്. സോ അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു സോപ്പിന്റെ പരസ്യം, ആ സോപ്പിന്റെ പരസ്യത്തിൽ സോപ്പ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ്, ഈ സോപ്പ് ഉണ്ടാക്കുന്ന ആളുകൾ പരസ്യം ഉണ്ടാക്കുന്നുണ്ട്. ആ പരസ്യത്തിൽ ഈ സ്ത്രീ കുളിക്കുന്ന രംഗം എന്തിനാണ് കാണിക്കുന്നത്? പലപ്പോഴും സംഭവിക്കുന്നത് ഈ സ്ത്രീയുടെ തെറ്റായ രീതിയിലുള്ള ചില കാഴ്ചപ്പാടുകൾ ഒക്കെ കടന്നു വരാൻ കാരണം ആ രീതിയിൽ സ്ത്രീയെ മീഡിയ പ്രൊജക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഒബ്ജക്റ്റിഫിക്കേഷൻ ഇസ് ദ തേർഡ് റോങ് മെസ്സേജസ് വിച്ച് ഈസ് ഗിവൻ. ദെൻ ഹൗ ടു റെസ്പെക്ട് ദി അതർ സെക്സ്. എങ്ങനെയാണ് ഓപ്പോസിറ്റ് സെക്സിൽ പെട്ടവരെ നമ്മൾ ആദരിക്കാൻ സാധിക്കുക? അപ്പോൾ നമ്മൾ നമ്മുടേതായ ഐഡന്റിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഒരു പുരുഷൻ, ഒരു ബോയ്, ഒരു ആൺകുട്ടി ആൺകുട്ടിയായും പെൺകുട്ടി പെൺകുട്ടിയായും അംഗീകരിക്കപ്പെടണം. അതല്ല എങ്കിൽ ആൺകുട്ടി പെൺകുട്ടിയാകാനോ പെൺകുട്ടി ആൺകുട്ടിയാകാനുള്ള ശ്രമം വേഷഭൂഷാദികളിലൂടെയും അവരുടെ മുടിയിലെ സ്റ്റൈലിലൂടെയും ഒക്കെ ചിലരൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. അത് തെറ്റായ മെസ്സേജസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം എങ്ങനെയാണ് നമ്മൾ ആദരിക്കപ്പെടേണ്ടത്. ഹൗ വി റെസ്പെക്ട്. ആർ യു ലൈക്ക് ടു റെസ്പെക്ട് യുവർ സെൽസ്? നീ നിന്നെ തന്നെ ആദരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെയും ആദരിക്കും. മറ്റുള്ളവരെ ആദരിച്ചാൽ മാത്രമേ നീ ആദരിക്കപ്പെടുകയുള്ളൂ. സോ കം ടു ദ നെക്സ്റ്റ് സെഷൻ. വാട്ട് ഈസ് സെക്ഷൽ ഹരാസ്മെന്റ്? ഇപ്പോൾ ഒരുപാട് കേസുകൾ ഇറങ്ങുകയാണ്. എന്താ? ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളും ലൈംഗിക ആക്രമണങ്ങൾ. ആ ലൈംഗിക ആക്രമണങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണ് ഈ സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു പെൺകുട്ടി തനിയെ ഒരു സ്ഥലത്ത് കൂടി പോകുമ്പോൾ ഏതെങ്കിലും ഒരു ആൺകുട്ടി ഷൂളയടിച്ചാൽ അല്ലെങ്കിൽ വിസിലടിച്ചാൽ വേറൊരു സൗണ്ട് ഉണ്ടാക്കിയാൽ അത് ഹരാസ്മെന്റ് ആണ്. അതൊരു ഹരാസ്മെന്റ് ആണ്. ദെൻ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നടന്നു പോകുമ്പോൾ ഈ ആൺകുട്ടി പെൺകുട്ടിയെ സൂക്ഷ്മമായിട്ട്, വളരെ സ്റ്റെയറിംഗ് ഇന്റന്റ്ലി എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു നോക്കിയാൽ അത് ഹരാസ്മെന്റ് ആണ്, സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. ദെൻ അൺവെൽക്കമിങ് കിസ്. ചിലരെ ചുമ്മാ ഓടിപ്പിടിച്ച് ഇഷ്ടപ്പെടാതെ മറ്റുള്ള തൻ്റെ മുൻപിലുള്ള ആളെ ഇഷ്ടപ്പെടാതെ ചുമ്മാ കെട്ടിപ്പിടിച്ച് ചുംബിക്കും. അതും സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. ആലിംഗനം ചെയ്യുന്നതും അത് മറ്റുള്ളവര് ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ആലിംഗനം ചെയ്യുന്നതും സെക്ഷൽ ഹരാസ്മെന്റ് ആയിട്ട് വരും. ദെൻ ഇൻവേഡിങ് അനദേഴ്സ് പ്രൈവസി ആൻഡ് പേഴ്സണൽ സ്പേസ്. മറ്റുള്ളവരുടെ സ്ഥലം നമ്മൾ ഒക്യുപ്പൈ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ മറ്റുള്ളവരുടെ സ്വസ്ഥതയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും അതും സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. പാസിംഗ് ല്യൂഡ് റിമാർക്ക്. ചിലപ്പോഴൊക്കെ ചില കമന്റുകൾ സെക്ഷൽ സ്ലാങ് ഉള്ള ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിക്കുന്നതും അതും സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. മേക്കിംഗ് ഒബ്സിൻ ടെലിഫോൺ കോൾ. അവ്യക്തമായ ചില ടെലിഫോൺ കോളുകൾ, മിസ് കോളുകളൊക്കെ അടിക്കുന്നതും സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. സെക്ഷൽ നേച്ചറുള്ള ഗിഫ്റ്റുകൾ സമ്മാനം കൊടുക്കുന്നതും അത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. ദെൻ എക്സ്പോസിങ് സമ്മൺ. ഫോണോഗ്രാഫിക് ഫിലിംസ്, നഗ്ന ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നതും അതും സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. എക്സ്പോസിങ് അനദർ സെക്സിസ്റ്റ് ഇൻസൾട്ടിങ് ഗ്രാഫിറ്റി. ഏതെങ്കിലും ചിത്രങ്ങള്, വരകള്, കുറികളൊക്കെ സെക്ഷൽ നേച്ചർ ഉള്ളത് കാണിച്ചു കൊടുക്കുന്നതും സെക്ഷൽ ഹരാസ്മെന്റ് ആണ്.
soliciting sexual services, that try to sell sexual services, അതും സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. അപ്പോൾ ഇതൊക്കെ സെക്ഷൽ ഹരാസ്മെന്റ് ആണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. 2 ടിപ്സ് ഫോർ ഗേൾ. എന്തൊക്കെ കാര്യങ്ങളാണ് ഗേൾസിന് ചെയ്യാവുന്നത്? ലേൺ ടു റെക്കഗ്നൈസ് ഹരാസ്മെന്റ്. ഇത് ഹരാസ്മെന്റ് ആണെന്ന് തിരിച്ചറിയണം. എനിത്തിങ് ദാറ്റ് മേക്സ് യു ഫീൽ അഷെയിംഡ്. നിങ്ങൾ പരിഹസിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത വിളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കംഫർട്ട് അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുമ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയണം സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് വാട്ട് ദി അതർ പേഴ്സൺ ഇന്റൻഡ് ബട്ട് വാട്ട് യു ഫീൽ ദാറ്റ് മാറ്റർ. ചിലർ പറയും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ചില പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനത് ചെയ്തത് അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. മറ്റുള്ളവർ ഇപ്പൊ നമ്മളെ ഹരാസ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഹരാസ് ചെയ്തില്ല എന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ ആ വ്യക്തി എന്താ ഉദ്ദേശം അല്ല നമ്മൾ നോക്കേണ്ടത്. എനിക്ക് അത് ഹരാസ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്താൽ യു ക്യാൻ റിപ്പോർട്ട് ഇറ്റ്. ദെൻ സെക്കൻഡ്, സേ നോ ലൗഡ്ലി ആൻഡ് ക്ലിയർലി. വളരെ ഉച്ചത്തിൽ നീ നോ എന്ന് പറയും. ചിലര് നമ്മള് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള പെരുമാറ്റങ്ങളും നോ എന്ന് തറപ്പിച്ച് ഉറച്ച് സ്റ്റേൺ ആയിട്ട് പറയാൻ സാധിക്കണം. കമ്മ്യൂണിക്കേറ്റ് കോൺഫിഡൻസ് ഇൻ യുവേഴ്സെൽഫ്. ലുക്ക് സ്ട്രൈറ്റ് പീപ്പിൾ അറ്റ് പീപ്പിൾ ഹു. നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ആ ഭീഷണിപ്പെടുത്തുന്ന ആളുകളെ ശരിക്കും സൂക്ഷിച്ചു നോക്കണം. ഷോ ദാറ്റ് യു ആർ അവെയർ ഓഫ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് വീണ്ടും കിട്ടുകയാണ് ചെയ്തത്. Then isolation increases vulnerability. അതോടൊപ്പം തന്നെ ഒരിക്കലും ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കരുത്. ചിലപ്പോഴേക്കും ആരും ഒരു ഫ്രണ്ട്സും ഇല്ലാത്തവരുണ്ട്. അവരൊക്കെയാണ് ഇതുപോലുള്ള ഒരുപാട് ചതിക്കുഴികളിൽ പെട്ടു പോകുന്നത്. സോ മേക്ക് ഗുഡ് ഫ്രണ്ട്സ്. ദെൻ റിപ്പോർട്ട് ദി ഇൻസിഡന്റ് ആൻഡ് മേക്ക് ഫോർമൽ. എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും നിങ്ങളെ ഈ രീതിയിൽ ഹരാസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണം. ആരും അത് മൂടി വെക്കരുത്. ഷെയർ ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അത് ഷെയർ ചെയ്യണം. ബി വില്ലിംഗ് ടു റെസ്പെക്ട് ബോയ്സ് ഹു റെസ്പെക്ട് യു. നിന്നെ ആദരിക്കുന്ന ആൺകുട്ടിയെ നീയും ആദരിക്കണം. അതിന് കടമയുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല? പെൺകുട്ടികളോടാണ് പറയുന്നത്, ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഡോണ്ട് അഡ്വർടൈസ് യുവർ വൾനറബിലിറ്റി വെൻ യു ആർ ഇൻ എ പബ്ലിക് സ്പേസ്. ഡോണ്ട് ലുക്ക് നെർവസ്. ഏതെങ്കിലും ഒരു പൊതുസ്ഥലങ്ങളിലായിരിക്കുമ്പോൾ ഒരു പേടിക്കുന്ന രീതിയിലൊന്നും നിൽക്കരുത്. അത് നമ്മളെ അപായപ്പെടുത്താൻ ശ്രമിക്കും. ഡോണ്ട് വോക്ക് വിത്ത് യുവർ ഹെഡ് ഡൗൺ. ചിലപ്പോഴൊക്കെ ഈ തല കുനിച്ച് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. തല കുനിച്ച് നേരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കോൺഫിഡൻസോട് കൂടി നടക്കുക. ഡോണ്ട് ബി അഫ്രൈഡ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. സഹായത്തിന് വിളിക്കുന്നത് തെറ്റൊന്നുമില്ല, അത് ഭയപ്പെടാനൊന്നുമില്ല. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ ഹരാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഉടൻ തന്നെ ലൗഡായിട്ട് ഷൗട്ട് ചെയ്യുക, സഹായത്തിന് വിളിക്കുക. ഇനി ടിപ്സ് ഫോർ ബോയ്സ്. ബോയ്സിനുള്ള ചില ടിപ്സുകളാണ്. ഡൂസ്. ബി അവെയർ ഹൗ യു അപ്പിയർ ടു ഗേൾസ്. നിങ്ങളുടെ പെൺകുട്ടികളുടെ മുമ്പിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്? ചിലപ്പോഴൊക്കെ ചിലവന്മാര് പെൺകുട്ടികളെ വശത്താക്കാനായിട്ട് മസിൽ പവർ പ്രയോഗിക്കാറുണ്ട്. ജിംനേഷ്യത്തിൽ പോകുന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില മസിൽ പവർ ഒക്കെ കാണിക്കാറുണ്ട്. അത് നിങ്ങൾ നോക്കുക എങ്ങനെയാണെന്ന്. മേക്ക് ഷുവർ ദാറ്റ് യു ലുക്ക്, സ്പീക്ക് ആൻഡ് ബിഹേവ് ലൈക്ക് എ പേഴ്സൺ ഹു റെസ്പെക്ട് അതേഴ്സ് ആൻഡ് എക്സ്പെക്ട് റെസ്പെക്ട് ഇൻ റിട്ടേൺ. നീ എങ്ങനെ പെരുമാറുന്നുവോ ആ പെരുമാറ്റം തിരിച്ച് അവരിൽ നിന്നും ചിലപ്പോൾ നീ നല്ല രീതിയിലാണ് പെരുമാറുന്നത്, ആദരവോടുകൂടിയാണ് ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പെരുമാറുന്നത്, റെസ്പെക്റ്റോടു കൂടിയാണോ പെൺകുട്ടിയുടെ മുമ്പിൽ പെരുമാറുന്നത്, അതേ റെസ്പെക്ട് നിനക്ക് തിരിച്ചു കിട്ടും. അതല്ല എങ്കിൽ നീ വൾഗാരിറ്റിയോടുകൂടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ണോടുകൂടി ചിന്തയോടുകൂടിയാണ് പെൺകുട്ടി കാണുന്നതെങ്കിൽ തിരിച്ച് നിന്റെ അവരുടെ റിയാക്ഷൻ വേറെ ആയിരിക്കുമെന്ന് ചിന്തിക്കുക. സോ ഡു പ്രോപ്പർലി ദ റൈറ്റ് തിങ്. സോ ബിഹേവ് വെൽ. Then learn to treat girls as human beings. പെൺകുട്ടികളെ പെൺകുട്ടികളായി തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെ കൂട്ടത്തിൽ പഠിക്കുന്നവരുണ്ട്, പെൺകുട്ടികളുണ്ട്, അവരെ ഫ്രണ്ട്സ് എന്ന രീതിയിൽ തന്നെ കാണുക. Girls are often taught to avoid boys. Over friendliness in the boys can seem threatening. Over friendliness, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ടവരോട് ഓവറായിട്ടൊരു ഫ്രണ്ട്ഷിപ്പിനൊന്നും പോകണ്ട. അത് കൂടുതൽ അറ്റാച്ച്ഡ് ആവും, അത് പ്രശ്നങ്ങളുണ്ടാവും. വെയിറ്റ് ബി ആസ്ക്ഡ് ബിഫോർ റഷിംഗ് ഇൻ ടു ദ ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദി ഗേൾസ് ഫ്രം ദ ഹരാസ്മെന്റ്. നോട്ട് ഓൾ ഗേൾസ് ആർ ഹെൽപ്ലെസ് പീപ്പിൾ നീഡിംഗ് ടു പ്രൊട്ടക്ഷൻ. ഓക്കെ, നോ. ചില കാര്യങ്ങൾ ആൺകുട്ടികൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്? ഡോണ്ട് അസ്യൂം ദാറ്റ് ഗേൾസ് ലൈക്ക് ബീങ് ഹരാസ്. പെൺകുട്ടികൾ എന്ന ആ വർഗം ഹരാസ് ചെയ്യപ്പെടാനുള്ളവരാണെന്നുള്ള ചിന്തയൊന്നും വേണ്ട.
Already I mentioned that God created men and women in an equal way, in a unique way. There is no specialty for girls or there is no specialty for boys. ദൈവത്തിനു മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. So you should ബോയ്സ് ശ്രദ്ധിക്കുക, പെൺകുട്ടികളെ പെൺകുട്ടികളായി കാണാൻ, റെസ്പെക്റ്റോട് കൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് മോശമായ രീതിയിൽ don't see them in a wrong way. They don't assume that they mean yes. Then don't assume that girls who dress daringly deserve to be harassed. Daringly എന്ന് പറഞ്ഞാൽ കെയർലെസ്ലി, അലോസരമായിട്ട് അല്ലെങ്കിൽ അലസമായിട്ട് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകുന്ന പെൺകുട്ടികളൊക്കെ അത് മോശക്കാരാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. Don't be think like that. Then don't trivialize harassment. Don't call it teasing, joking. Sexual harassment is an aggressive and abusive act that causes hurt, trauma. നിങ്ങൾക്കറിയാം, ലൈംഗിക പീഡനങ്ങൾ എന്നുള്ളത് ഇന്ന് ഒരുപാട് കേസുകളുണ്ട്. അത് പോലീസിൽ ഏറ്റാൽ പിന്നെ ജാമ്യം കിട്ടാത്ത കേസാണ്. പോക്സോ കേസ് എന്ന് കേട്ടിട്ടുണ്ടോ? പോക്സോ കേസ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ആൺകുട്ടികൾ പെൺകുട്ടികളെയും പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ആ ഒരു ട്രീറ്റ്, അത് വളരെ ഗൗരവകരമായ ശിക്ഷയാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ തിങ്ക് പോസിറ്റീവ് ഇൻ എ വെരി ജെന്യുവൻ വേ. ഡോണ്ട് തിങ്ക് ഇൻ എ വെരി ഡീവിയേറ്റഡ് വേ. തെറ്റായ രീതിയിൽ കാണാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. Calling it by another name, don't change practice. Don't become harasser. Don't become a harasser just because other boys do it. ആ ആൺകുട്ടി അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ അത് ചെയ്തു അതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് നമുക്കൊരു എക്സ്ക്യൂസ് ഇല്ല. ചിലർ പറയാറുണ്ട്, അവരങ്ങനെ ചെയ്തല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. Why? You are a unique person. You can do in a unique way. ആരെങ്കിലും കാണിച്ചതുകൊണ്ട് നീയും കാണിക്കാനായിട്ട് ബന്ധപ്പെട്ടാൽ മോനെ അകത്തു പോകും. പോലീസിൽ പെട്ടാൽ അകത്ത് പിന്നെ പുറത്തു വരത്തില്ല. സോ ഇൻ ദിസ് ചാപ്റ്റർ മെയിൻലി വി ആർ തിങ്കിങ് അബൌട്ട് യുവർ ഓൺ ഐഡന്റിറ്റി. നിങ്ങൾ ഒരു ആൺകുട്ടിയാണ്, ഒരു പെൺകുട്ടിയാണ്. നിങ്ങൾ ആൺകുട്ടികളുടേതായ രീതിയിൽ ജീവിക്കുക, പെൺകുട്ടികൾ പെൺകുട്ടികളുടേതായ രീതിയിൽ ജീവിക്കുക. ചിലപ്പോഴും മീഡിയയിൽ വന്നിട്ടുള്ള കാര്യം ഇതാണ്, ആൺകുട്ടി പെൺകുട്ടിയാകാൻ ശ്രമിച്ചു, പെൺകുട്ടി ആൺകുട്ടിയാകാൻ ശ്രമിച്ചു. വൈ? ബിക്കോസ് ദേ ആർ നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റിംഗ് their own gender. അവരുടെ ആ ദൈവം കൊടുത്ത പുരുഷനെന്നോ സ്ത്രീയെന്നോ കൊടുത്ത അത് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അവർ മറ്റൊരാളായി ആകാനാണ് ശ്രമിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് പ്രോപ്പർ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പുരുഷനും സ്ത്രീയുമായിട്ടാണെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. യു ഷുഡ് അക്സെപ്റ്റ് അവർ യുണീക്നെസ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തുകൊള്ളട്ടെ. ഇവിടെ ഈ സെക്ഷൽ ഹരാസ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ബോയ്സ് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഗേൾസ് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കാണുന്ന കണ്ണുകൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാഴ്ചപ്പാടോടുകൂടിയ ചിലരെയൊക്കെ നമ്മൾ വീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു ബോയ് ഒരു ഗേളിനെ കാണുന്ന വിധമുണ്ട്. അത് ആ കാഴ്ചപ്പാട് ഉണ്ടാകുന്നത് തന്നെ അവൻ വളർത്തിയെടുത്ത ശീലങ്ങളാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കുക, തെറ്റായ പുസ്തകങ്ങൾ, അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ മൊബൈലിലൂടെ ഇന്റർനെറ്റിലൂടെ ഈ കാണുന്ന തെറ്റായ കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കുക. ഡോണ്ട് ട്രസ്റ്റ് ഇൻ വ്യൂവിങ് വൾഗാരിറ്റി. സോ പ്ലീസ് സീ ദ ഗുഡ്നെസ് ഓഫ് എവരിതിങ്. എല്ലാത്തിനെയും നന്മ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നന്മയായിട്ടതല്ല നമ്മുടെ ചിന്ത എങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം തെറ്റാണ്. അപ്പോൾ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കുന്നു, കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഓരോരുത്തരെ പറ്റിയുള്ള കാഴ്ചപ്പാട്, പോസിറ്റീവായിട്ടുള്ള നന്മയായിട്ടുള്ള നല്ല കാഴ്ചപ്പാട് ഉണ്ടാക്കിയാൽ ശ്രമിക്കുക. ഒരുപാട് തെറ്റായ വൾഗാരിറ്റി മനസ്സിൽ കുത്തി നിറച്ചാൽ പിന്നെ നമ്മൾ കാണുന്നതൊക്കെ അതായിരിക്കും, പഠിക്കാൻ സാധിക്കാതെ വരുന്ന അനവസ്ഥയായിരിക്കും. അതോടൊപ്പം തന്നെ ഗേൾസ് ഡ്രസ്സ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത്. ബോഡി ഈസ് ദ സേക്രഡ്
യുവർ ബോഡി ഈസ് സേക്രഡ്. നിന്റെ ശരീരം എന്നുള്ളത് പരിശുദ്ധമാണ്, പാവനമാണ്. യു ഷുഡ് കവർ യുവർ ബോഡി ഇൻ എ ഫുൾ സെൻസ്. നിന്റെ ശരീരം നീ കവർ ചെയ്യപ്പെടണം. ആ കവർ ചെയ്തില്ല എങ്കിലോ ഏതെങ്കിലും രീതി പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ നീ ഡ്രസ്സ് ധരിച്ചാൽ അത് മറ്റുള്ളവർക്ക് തെറ്റിലേക്ക് നയിക്കാൻ കാരണമാകും. സോ പ്ലീസ് വെയർ യുവർ ഡ്രസ് ഇൻ എ പ്രോപ്പർ വേ. ഇഫ് യു വെയർ ഇൻ എ റോങ് വേ, ദാറ്റ് വിൽ ലീഡ് യു, ദാറ്റ് വിൽ മിസ്ലീഡ് യു. നിന്നെ പല ഡീവിയേഷൻസിലോട്ടും ക്ഷണിക്കാൻ കാരണം ഇംപ്രോപ്പർ ഡ്രസ്സിംഗ് ആണ്. സോ ഡോണ്ട് ഡ്രസ് ഇൻ എ ഇംപ്രോപ്പർ വേ, ഡ്രസ് ഇൻ എ പ്രോപ്പർ വേ. So all these things are for the goodness of your. So everything you should consider everything in a positive way. So in this chapter we are winding up this chapter, and here last sentence, discuss in the class how you could accord better respect to the other gender. മറ്റുള്ള ഒരു ജെൻഡറിൽ നിന്നും നിനക്കൊരു ആദരവ് കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീയും അതേ രീതിയിൽ ആദരവോടുകൂടി പെരുമാറണം. സോ പ്ലീസ് ഗീവ് റെസ്പെക്ട്. സോ മ്യൂച്വൽ റെസ്പെക്ട് ഈസ് നീഡഡ് so that you will be respectful and you can also be a respectful person. So read carefully this chapter and try to learn some goodness from this chapter and try to keep in your daily life. Thank you.